ഈ തിരുപ്പതി ക്ഷേത്രം മലമുകളിലാണ് തിരുപ്പതി ക്ഷേത്രം. അത് ആയിരക്കണക്കായ വർഷങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും അതിന് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയെ പറ്റി നിങ്ങളോട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക റോമിലെ 500 കൊല്ലമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ 10 കൊല്ലം മുമ്പുള്ള മക്കയല്ല ഇപ്പോഴത്തെ മക്ക. ആ 10 കൊല്ലം മുമ്പ് അതിൻ്റെ ഒരു 10 കൊല്ലം മുമ്പുള്ള മക്ക ആയിരുന്നില്ല അന്നത്തെ മക്ക. അതിൻ്റെ 10 കൊല്ലം മുമ്പുള്ള മക്ക ആയിരുന്നില്ല അന്നത്തെ മക്ക. ഇനിയിപ്പോഴത്തെ മക്കയല്ല അടുത്ത കൊല്ലത്തെ മക്ക പൊളിച്ച് തകർക്കാൻ പോവാണ്. യൂറോപ്യൻ മനസ്സിലായില്ല, ഫ്രാൻസിലെയും ജർമ്മനിയിലെയും എഞ്ചിനീയർമാർ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, മനസ്സിലായില്ല. അതിൽ നമ്മൾ അഭിമാനിക്കുക. ഇപ്പോൾ നമ്മൾ വലിയൊരു കെട്ടിടമായി കാണുകയാണ് എന്തിനെ, ക്ലോക്ക് ടവറിനെ. അത് കൊച്ചു കുട്ടിയായി മാറും. ആ ജാതി അതിനെ പൊളിച്ച് കളയാൻ പോവുക, പൊളിച്ച് കളയുക. എന്തിനെ? ക്ലോക്ക് ടവറൊക്കെ പൊളിച്ച് കളയാൻ പോവുക. എന്നാൽ ശബരിമല ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ടും എൻ്റെ അർത്ഥം എന്താ, ഏറെ മോഡേണൈസ് ചെയ്യപ്പെട്ട സൊസൈറ്റിയാണ് ഇന്ന്. ഏത് മുസ്ലിങ്ങൾ? ആർക്കാ തെറ്റുപറ്റിയത്? ഉലമാക്കൾക്കും ഉമറാക്കൾക്കും. ഇത് ഭയം തന്നെയാണ്, അത് പിശാചാണ്. ആ മോഡേണൈസ് ചെയ്യപ്പെടുന്ന മക്ക നഗരത്തിൻ്റെ പിശാചിനല്ലാതെ ഒരാൾക്ക് ചാൻസ് ഉണ്ടാവില്ല. പിശാചുക്കളെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരും എൻ്റെ പിൽക്കാല സമൂഹം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലൊക്കെയുള്ള ചിഹ്നങ്ങൾ, ഇവരുടെ നിർമ്മിതിയിലെ ചിഹ്നങ്ങളെപ്പോൾ ഇപ്പം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതിൽ മുഴുവനും പിശാചുണ്ടാവും. മനസ്സിലായില്ല? ആരാ ഈ നിർമ്മിതിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്? പറ. യൂറോപ്പ് നേതൃത്വം കൊടുക്കുക. എവിടെയാണ് ഇവർ പണിയെടുക്കുന്നത്? മക്കയിൽ. മനസ്സിലാണ്ട് പറഞ്ഞത്. യൂറോപ്യൻ സംസ്കാരങ്ങൾ അങ്ങനെ തന്നെ. യൂറോപ്പോ 500 അല്ല അങ്ങനെ തന്നെ തുടരുവാണ്. ഈ കളിയൊക്കെ ഇവിടെ കളിക്കണത്. എന്നാ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക അവർ മാറ്റിയോ? ഇല്ല. അതിൻ്റെ തനതായ പാരമ്പര്യ രീതി തന്നെ തുടരുകയാണ്. 500 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു ടൈല് പൊട്ടിയാൽ അത് അങ്ങനെ തന്നെ പഴയ പൗരാണിക രൂപത്തിലെ ടൈലുണ്ടാക്കി വെക്കുകയാണ് സെന്റ് പീറ്റേഴ്സ്. റോമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ഏത്? സെന്റ് പീറ്റേഴ്സ് ബസലിക്ക. അത് 500 കൊല്ലമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ 50 കൊല്ലത്തിനുള്ളിൽ മക്ക എത്രട്ട് മാറി? ഇത് പിശാചിലേക്കുള്ള ഓട്ടാണ്. പിശാചിലേക്കുള്ള ഓട്ടാണ്. പള്ളി മാറി. പള്ളിയൊക്കെ ഇനി പൊളിച്ചു കളഞ്ഞ അടുത്ത പള്ളി ഉണ്ടാക്കും. മോഡേണൈസ് ചെയ്യപ്പെടുക. അതായത് ആധുനിക യൂറോപ്യൻ സംസ്കാരത്തിന് ഏറ്റവും വഴിപ്പെട്ടു പോയ ഒരു ജനത ഇന്ന് ആരാണ്? അത് മുസ്ലിങ്ങളാണ്. അതിന് കാരണം മുസ്ലിം പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ്. അവർ നശിച്ചു പോയതുകൊണ്ട്. ഇത് നാശമാണ്. അല്ലാതെ ഏതോ ഒരു ലാത്തയുടെയും ഉസ്സയുടെയും പ്രതിമ കൊണ്ടുവന്ന് മക്കയിൽ വെക്കുമെന്ന് നിങ്ങൾ അതല്ല അതിൻ്റെ അർത്ഥം. ഈ ലാത്തക്കാരും ഉസ്സക്കാരും അവരുടെ ജയന്റ് നിർമ്മിതികൾ, ആ നിർമ്മിതികളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഷിർക്കിൻ്റെ രഹസ്യങ്ങൾ. ഇതിലൊക്കെ പല ഷിർക്കിൻ്റെ രഹസ്യം ഉണ്ടാവും. മനസ്സിലാണ്ട് പറഞ്ഞ ചതി വൻ ചതി. ഈ ചതിക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. ചതിക്കുറ്റം പറഞ്ഞു. ഇപ്പം നോക്കൂ നിങ്ങൾ, ഇതാ യൂറോപ്പിനെ മൊത്തം മനസ്സിലാക്കാൻ ഈ പുസ്തകം മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ആധുനികത. ഇത് വായിച്ച് തീർന്നാൽ ഒരു മനുഷ്യന്, ഇത് വായിച്ചാൽ അവന് ഇതിൽ ഒരു അയാഥാർത്ഥ്യമല്ല. എൻ്റെ പുസ്തകമാണ്, സാത്താൻ്റെ നവലോകക്രമം എന്ന എൻ്റെ പുസ്തകമാണ് ഇത്. ഞാൻ റിയൽ കാര്യങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. മനുഷ്യൻ്റെ ആർത്തി, ആധുനിക മനുഷ്യൻ. ഇത് ഞാൻ ഈ കളർ കൊണ്ട് പുതിയുള്ള കാരണം എന്താ നിങ്ങൾക്കറിയും? ഈ ചുവപ്പ് ആർത്തിയുടെ ചിഹ്നമാണ്. ആധുനിക മനുഷ്യൻ്റെ സിമ്പൽ ആർത്തിയാണ്. എൻ്റെ വേറൊരു പുസ്തകത്തിനുണ്ടല്ലോ, ഏകദേശമൊക്കെ തൂവെള്ള പുസ്തകം. ഈ പുസ്തകം കടും ചുവപ്പ്. മനസ്സിലായില്ല? അപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു ഹോട്ടലിൽ കയറാനുള്ള കാരണം എന്താണ്? ആ ഹോട്ടലിൽ ചുവന്ന കോലത്തിലുള്ള കോഴിക്കഷ്ണങ്ങൾ പുറത്തേക്ക് ഇങ്ങോട്ട് കാണും. ചുവപ്പ് എന്തിൻ്റെ അടയാളാണ്? ആർത്തിൻ്റെ ആകും ചുവപ്പ്. ഇത് ആധുനിക മനുഷ്യൻ്റെ സിമ്പലാണ് ഈ ചുവപ്പ്.
ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ല അത്, ഞാൻ എപ്പോഴും ലീഗുകാരൻ തന്നെയാണ്. ഞാൻ മരണം വരെ ലായസാലും ലീഗുകാരൻ, ഞാൻ ലീഗുകാരൻ തന്നെയാണ്. പക്ഷെ മൂളിയല്ല, മൂളൂല. ഇതൊക്കെ നാളെ ഈ സമൂഹത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമസ്തക്കാരൻ ലീഗുകാരനാണ്. മരണം വരെ സമസ്തക്കാരനാണ്, മരണം വരെ ലീഗുകാരനാണ്. പക്ഷെ മൂളൂല. മൂളന പണി ഉണ്ടായിരുന്നു, ഇപ്പം നിർത്തി. നിങ്ങൾക്ക് മൂളിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. നിങ്ങളോ നന്നാവില്ല. മൂളിങ്ങോണ്ട് നിങ്ങളാണ് കൊണ്ടുവരുന്നത് ഞാൻ വിചാരിച്ചു, പക്ഷെ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ മൂളിൽ നിന്ന് മാറിയതാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് മൂളിയിട്ട് നിങ്ങളാണ് കൊണ്ടുവരാമെന്നാണ്. അത് നടക്കൂല. മൂളിയതിനനുസരിച്ച് നിങ്ങൾക്ക് അടിമത്തരം ഞാൻ അടിമയാകുക എന്നല്ലാതെ നിങ്ങളെ നന്നാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് എതിരാകാൻ, പരസ്യമായി എതിരാകാൻ തീരുമാനിച്ചതാണ്. അതേസമയത്ത് നിങ്ങൾ തന്നെയാണ്, ഞാൻ തന്നെയാണ്. ഇത് നിങ്ങൾ പഠിക്കേണ്ട പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ആധുനികത മനുഷ്യനെ ചതിക്കുന്ന ചതി. ഉൽപ്പന്നങ്ങളാൽ അടിമയാക്കപ്പെട്ട ജനത, പരസ്യങ്ങൾ നിയന്ത്രിക്കുന്ന നവലോകം, വിഷം ഭക്ഷണമാക്കപ്പെട്ട നവലോകക്രമം, വായുവും വെള്ളവും വിഷം മാത്രം, പിശാചുക്കൾ നിയന്ത്രിക്കുന്ന ആരോഗ്യ മേഖല, ഇതിൻ്റെ ഉള്ളടക്കം. ഇതിന് 13 അധ്യായങ്ങളാണുള്ളത്. ഈ 13 അധ്യായങ്ങളുടെയും ഉള്ളടക്കം ഫ്രണ്ട് പേജ് കൊടുത്തിട്ടുണ്ട്. 1. നവലോകക്രമത്തിൻ്റെ വ്യവസ്ഥിതികൾ. 2. ഉൽപ്പന്നങ്ങളാൽ അടിമയാക്കപ്പെട്ട ജനത. നമ്മൾ ഇന്ന് ഉൽപ്പന്നത്തിൻ്റെ അടിമയാണ്. പഴയ കാലത്ത് പീടിപ്പോയ എന്ത് വാങ്ങണമെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ പോകുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ വണ്ടി ഇടുക്കി നമുക്ക് പോകുക എന്ന് പറയാം. എന്നിട്ട് പോകുക. എന്നിട്ട് എന്താണ് അവിടെ കണ്ണിന് പറ്റിയത് അതൊക്കെ കൊട്ടയിൽ വലിച്ചിട്ട് വായിന് പോകും. ചെറിയ കൊട്ട ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ടാവില്ല. ഏത് സൂപ്പർ മാർക്കറ്റ് അല്ലേ, വലിയ കൊട്ടയാണ്. എന്നിട്ട് അങ്ങനെ അതിൽ എനിക്ക് ആവശ്യമുള്ള സാധനം ബാക്ക് കൊണ്ടേക്കും. അതൊക്കെ തീരെ ആവശ്യമില്ലാത്ത സാധനം മുന്നിൽ കൊണ്ടു നിൽക്കും. നിങ്ങൾ സൂപ്പർ മാർക്കറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൂപ്പർ മാർക്കറ്റും ഒക്കെ ചതിയാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റും, അത് ഔലിയാപ്പാപ്പ സൂപ്പർ മാർക്കറ്റ് എന്നാണ് പേര് വെക്കുക. അത് നിങ്ങൾ എന്ത് സൂപ്പർ മാർക്കറ്റ് വെച്ചോളി. നിങ്ങൾ പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിക്കോളി. നമ്മൾ സമസ്തക്കാരും ലീഗുകാരും സുന്നികളും ഒക്കെ കൂടിയൊരു സൂപ്പർ മാർക്കറ്റാണ് തുടങ്ങുക. എന്താണ്? ഖൈദെ മില്ലത്ത് സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, അതും ചതിയായിരിക്കും. ബാഫക്ക് തങ്ങൾ സൂപ്പർ മാർക്കറ്റ് ചതിയായിരിക്കും. മക്ക സൂപ്പർ മാർക്കറ്റ് ചതിയായിരിക്കും. സൂപ്പർ മാർക്കറ്റായ സൂപ്പർ മാർക്കറ്റൊക്കെ ചതിയാണ്. അതായത് ഏറ്റവും ആവശ്യമുള്ള സാധനം, നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനം നേരെ ബാക്ക് കൊണ്ടേക്കും. അതിൽക്കൂടെ അവിടേക്ക് നിങ്ങളെ കുട്ടികളും പെണ്ണുങ്ങളും ഇങ്ങനെ പോകുമ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ കാണും. അതൊക്കെ ആവശ്യമുണ്ടാവും. കുട്ടികൾക്ക് ആവശ്യമുണ്ടാവും. ആവശ്യമുള്ളത് മുന്നിലല്ലേ കൊണ്ടുവന്നിട്ടുണ്ട്, മുന്നിൽ വെക്കൂല. എന്തുകൊണ്ട്? ആവശ്യമുള്ള സാധനം മുന്നിൽ വെച്ചാൽ കച്ചവടം നടക്കൂല. ഈ ആദ്യം മുന്നിൽ വെച്ച സാധനം ഒന്നും നിനക്ക് ആവശ്യമില്ല. കളിപ്പാട്ടങ്ങൾ, അത് ഇതൊക്കെയാണ്. മല്ലി മുളകോ ഏറ്റവും ബേക്ക്, സോപ്പ് പൊടി എവിടെ? അതവിടെ. ഒരു 1.5 കിലോമീറ്റർ നടന്നാലേ എവിടേക്ക് എത്തുള്ളൂ. സോപ്പ് പൊടി അവിടെ എത്തുമ്പോൾ സോപ്പ് പൊടി വാങ്ങാനുള്ള പൈസ കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് ഇത്. ചതിയാണോ? എന്ത് സൂപ്പർ മാർക്കറ്റാണോ ചതിയ. അന്നായി കൂടി മേയാൻ വിടുക. വിചാരിച്ചു എൻ്റെ സ്വാതന്ത്ര്യത്തിൽ അല്ല, ഓൻ്റെ പൈസക്കാണ്. പഴയ കാലത്ത് എന്താ ചെയ്യുക? ഒരു 500 ശർക്കരപ്പൊടി, ഒരു 250 മില്ലി വെളിച്ചെണ്ണ അല്ലേ പറയും മനുഷ്യന്മാർ. അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. ഇന്ന് ആവശ്യങ്ങൾ അവനാണ് എടുക്കണം. നിൻ്റെ ആവശ്യത്തിനൊരു വിലയില്ല. എന്നെ മേയാനാണ് വിട്ടു. പെണ്ണുകൾ കുട്ടികൾക്കും നടന്ന് പോകാൻ മാത്രം, ഒരു കാറ് പോകാൻ മാത്രം വീതി ഉണ്ടാവും. ഇതിനിടയിലുള്ള സ്ഥലങ്ങൾ ഇതിങ്ങനെ നടക്കുകയാണ്. അപ്പം നീ ഉൽപ്പന്നത്തിൻ്റെ അടിമയാകാണ്. നിനക്ക് ആവശ്യമുള്ളതല്ല എടുക്കുന്നത്. സത്യമല്ലേ? നിങ്ങൾ ചിന്തിക്ക്. ലോകത്തുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റും, ഔലിയാപ്പാപ്പ സൂപ്പർ മാർക്കറ്റ് എന്ന പേരിലൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണെങ്കിലും അത് ഭൂലോക ചതിയായിരിക്കും. ചതിയല്ലാത്തൊരു സൂപ്പർ മാർക്കറ്റ് ഭൂലോകത്തില്ല. കാരണം നിന്നെ ഉൽപ്പന്നത്തിൻ്റെ അടിമയാക്കി ആധുനിക ലോകം. അപ്പം അതിനനുസരിച്ച് പിന്നെയും നയിച്ചേണ്ടി വരും. നിനക്കിപ്പോൾ താല്പര്യമല്ല. പരസ്യങ്ങൾ നിയന്ത്രിക്കുന്ന ലോകം ഒക്കെ പരസ്യമാണ്. പഴയ കാലത്ത് പരസ്യമല്ല, നിൻ്റെ ആവശ്യം നീ എടുക്കും. മറ്റേ പരസ്യം നിന്നെ. ഇപ്പോൾ ഉദാഹരണം, ഒരു സാധനത്തിൽ പരസ്യം കാണുമ്പോൾ നിനക്കിപ്പോൾ എനിക്കിതാ ഒരു കണ്ണടയുണ്ട്. അപ്പം എനിക്ക് ഇനി വേറൊരു കണ്ണടൻ്റെ പരസ്യം കണ്ടാൽ എന്ത് പുതിയ അന്ന് വാങ്ങിയ തിരക്കിടില്ല.
എന്തും അങ്ങനെയല്ലേ. പരസ്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത സാധനം വാങ്ങാൻ പ്രേരിപ്പിക്കും. ഇന്ന് ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ 4000-10,000 ഇടയിൽ സാധാരണ പരസ്യങ്ങൾ ഒരു ദിവസം കാണുന്നു എന്നാണ് കണക്ക്. വിഷം ഭക്ഷണമാക്കപ്പെട്ട നവലോകക്രമം, കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ വിഷമാണ്. അതിന് 100കണക്കിന് തെളിവുകൾ. വായുവും വെള്ളവും വിഷം, മണ്ണും വിഷം മാത്രം. മണ്ണിൽ ഇന്നും ഈ മണ്ണിലാണ് സാധനം ഇല്ല. കാരണം മണ്ണിൽ എന്താ ഉള്ളത്? പക്ഷെ മണ്ണിരാന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ. നമ്മൾ കുട്ടിക്കാലത്ത് എന്ത് ചെയ്യുന്നത്? ചൂണ്ടയിടാൻ വേണ്ടി പോകും. അപ്പോൾ ചൂണ്ടയിടാൻ വേണ്ടി പോകുമ്പോൾ എന്താ ചെയ്യുക? ഒരു പിന്നെ നെല്ലിൻ്റെ ഒരു നുരിയോ മറ്റോ ഒന്നിങ്ങനെ മാന്തിയ അതിന്ന് വരും. 1000 ഒന്നിച്ചിട്ട് വരും. എന്ത്? മണ്ണിര. എന്താണ് ആ സാധനം? ഭൂമി എത്ര നന്നാക്കിയ സാധനം വേറല്ല. ഇന്ന് ഭൂമിയിൽ എന്തില്ല? മണ്ണിരല്ല. കഴിഞ്ഞ ജീവിക്കാൻ കഴിയില്ല. രാസവളമാണ്, രാസപദാർത്ഥം അതിൻ്റെ ഉള്ളിൽ. കെമിക്കൽ ചത്തുപോയി. ആര്? ജീവനാശം സംഭവിച്ചിട്ടുള്ളൊരു വിഭാഗമാണ് ഇത് മണ്ണിര. മണ്ണിരയെ പോലെ മണ്ണിനെ ശുദ്ധീകരിച്ച സാധനം വേറല്ല. അതിപ്പം നാട്ടിലില്ല. മണ്ണ് വിഷം, വെള്ളം വിഷം, വായു വിഷം. 6-ാം അധ്യായം പിശാചുക്കൾ നിയന്ത്രിക്കുന്ന ആരോഗ്യ മേഖല. അത് ഏത് ഔലിയാപ്പാപ്പ ഹോസ്പിറ്റലാണെങ്കിലും അവിടെ സാത്താൻ്റെ ക്രമങ്ങൾ മാത്രമേ നടക്കുള്ളൂ. എന്താ? ആംബുലൻസിൻ്റെ ഡ്രൈവർമാർ ഇവരുടെ എന്താ ശമ്പളം പറ്റുന്നവരാണ്. കമ്മീഷൻ കിട്ടും ഇവർക്ക്. ഒരു ആക്സിഡൻറ്റിന് ആളെ കൊണ്ടു കൊടുത്താൽ എത്ര പൈസ കിട്ടും? അപ്പം ഈ ആരോഗ്യ മേഖല നിയന്ത്രിക്കുന്നത് ഇന്ന് ആരാണ്? പിശാച്. ഈ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്താണ്. നിങ്ങൾ ഈ പുസ്തകം വായിക്കി. ഇനി പിന്നെ ഒന്നും നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ ഒന്നും ഉണ്ടാവില്ല. വിനോദം, ആഘോഷം, ഉല്ലാസം ഒക്കെ പിശാചിൻ്റെ കയ്യിൽ. അശ്ലീലതയുടെ നവലോകം അതിവൃത്തിയായി ചെയ്തിട്ടുണ്ട്. ഇതിലുണ്ട്. ഇതിലെല്ലാം വൃത്തിയായി കൊടുത്തിട്ടുണ്ട്. അതായത് നഗ്നകളായി ക്ലാസ് എടുക്കുന്ന പ്രൊഫസർമാർ. അതായത് ഒരു നൂലില്ലാതെ എന്ത് ചെയ്യുക? എവിടെ ക്ലാസ് എടുക്കുക? കേംബ്രിഡ്ജിൽ. ലോകത്തെ വിദ്യാഭ്യാസത്തിൻ്റെ തറവാടാകുന്ന കേംബ്രിഡ്ജിൽ ക്ലാസ് എടുക്കുന്ന യുവതിയായ പ്രൊഫസർക്ക് എന്തില്ല? നൂലില്ല. നിങ്ങൾ എന്താ അന്തം വിട്ടു? ഇഷ്ടമാണ്. നിങ്ങൾ ഈ പുസ്തകം വായിക്കും. എൻ്റെ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല. കേംബ്രിഡ്ജിൽ പഠിപ്പിക്കുന്നത് എങ്ങനെ പഠിപ്പിക്കുക? പൂർണ്ണ നഗ്നായിട്ട് ക്ലാസ് എടുക്കുക. അത് ക്ലാസ്സിന് കുട്ടികൾ അത് അപ്പം തന്നെ ലൈവ് ലോകത്തേക്ക് വിടുക. അപ്പം ഒരേ സമയത്ത് ഈ ക്ലാസ് എടുക്കുമ്പോൾ ദശലക്ഷക്കണക്കായ ആളുകൾ ഈ ക്ലാസ് കേൾക്കുക. അതിപ്പോൾ നെറ്റിൽ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് അടിച്ചാൽ നെറ്റിൽ കിട്ടും ആ ക്ലാസ്. നഗ്നകളായ പ്രൊഫസർമാർ, അവർ യുവതികളുമാണ്. പക്ഷെ തൊണ്ടിയാണെങ്കിൽ തിരക്കിടില്ല. മനസ്സിലായി? തൊണ്ടിക്ക വസ്ത്രമില്ലാതെ നടക്കല അലാലാവും എന്നല്ല പറഞ്ഞതിൻ്റെ മേന. 10, 25, 30 വയസ്സുള്ള പ്രൊഫസർമാരായ യുവതികൾ ക്ലാസ് എടുക്കുക. എന്തില്ല തടിയിൽ? ഒരു നൂലില്ലടോ. ഈ അതികൃത്യമായ തെളിവോട് കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യം. അപ്പൊ എല്ലാ പിശാചിന് അടിമപ്പെട്ടു പോയി. നഗ്നതയുടെ ആധാരം എന്താ? പിശാച്. എന്തിനാണ് പയം കഴിക്കാൻ പറഞ്ഞത്? പയം കഴിക്കാൻ നഗ്നത വെളിവാവും. ഇപ്പൊ ബത്തത്തിലഹുമാ. എന്തുകൊണ്ടാണ് ആദം നബിയോട് പയം കഴിക്കാൻ ഇബ്ലീസ് പറഞ്ഞ്? പയം കഴിച്ച പിന്നെ എന്ത് വെളിവാവൂല? എന്ത് മറക്കാൻ കഴിയൂല? പറേ, വസ്ത്രം കൊണ്ട് മറക്കാൻ കഴിയില്ല. ഇപ്പൊ ബത്തത്തിലഹുമാ. അപ്പൊ അള്ളാഹ് പറഞ്ഞു പോയിക്കോളി, പുറത്ത് പോയിക്കോളി. നഗ്നത മറക്കാത്തവർക്ക് പഠിച്ചാനില്ല, പോയിക്കോളി പുറത്ത്. പിന്നെ നഗ്നത മറക്കാൻ സ്വർഗത്തിലെ ഇല എടുത്ത് വരും. ഒരു കാര്യം ഉണ്ടായില്ല. കാറ്റടിച്ചിട്ട് ഇലയൊക്കെ പറന്നു. നഗ്നത കണ്ടു. അപ്പോൾ പുറത്താക്കി. അപ്പൊ നഗ്നത കണ്ട് പുറത്താക്കിയതാണ്. എവിടുന്ന്? സ്വർഗത്തിൽ നിന്ന്. ആരാ ഇനി കാരണക്കാരൻ? ഇബ്ലീസ്. ഈ നഗ്നത ലോകത്ത് ഏത് കാലത്ത് നഗ്നതയുടെ കാരണക്കാരനാരാ? ഇബ്ലീസ്. എന്താ നിങ്ങൾ പറയുക? എവിടെയാണ് ഈ ലോകം? എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? വ്യഭിചാരികൾ നിറയുന്ന ലോകം, നവലോകം. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയണ്ട. അതിനു വേണ്ടി വ്യഭിചാരശാലകൾ. മൃഗത്തെ വ്യഭിചരിക്കാൻ വ്യഭിചാരശാലകൾ, ആനിമൽ വ്യഭിചാരശാലകൾ, ആനിമലിനെ വ്യഭിചരിക്കാൻ വ്യഭിചാരശാലകൾ. നിങ്ങൾ പിന്നെ കഴുതയാണോ, പെൺകഴുതയാണോ, പെൺകുരങ്ങിനെയാണോ, ഇതിനെയാണോ നിങ്ങൾക്ക് വ്യഭിചരിക്കേണ്ടത്? അവിടുന്ന് ചോദിക്കും. അതിന് വ്യത്യസ്തമായ പണം കൊടുത്താൽ അതിനെ വ്യഭിചരിക്കാം. ആനിമൽ വ്യഭിചാരശാലകൾ എവിടെ? ഫ്രാൻസിൽ,
ജർമ്മനിയിൽ, സ്വിറ്റ്സർലാൻഡിൽ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മതത്തിന് വേണ്ടി മാത്രം ഉണ്ടായ രാജ്യങ്ങളാണ് അതൊക്കെ. ഇന്നവിടെ കമ്മ്യൂണിറ്റി ഉണ്ട്, എന്തില്ല? ക്രിസ്തീയ കമ്മ്യൂണിറ്റി ഉണ്ട്, എന്തില്ല? മതം അനുശാസിക്കുന്ന 2% ആളുകൾ ഇന്ന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളില്ല. യൂറോപ്പിനൊക്കെ നകർത്ത് കളഞ്ഞു. അവിടേക്ക് നമ്മൾ ഓടുകയാണ് ഇപ്പോൾ. അപ്പം നിങ്ങൾ ഈ പുസ്തകം വായിക്കുക. ഈ പുസ്തകം നിങ്ങൾ വായിക്കുക. ഈ പുസ്തകത്തിൽ ഒരു സെന്റൻസ് അയാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ചാൽ നിങ്ങളുടെ പൈസ വെറുതെ തിരിച്ചു തരാം. സുവർഗാൻ്റെ കുടുംബബന്ധങ്ങൾ, നാസ്തികരുടെ നവലോകം, നിരീശ്വരവാദികളുടെ വളർച്ച, വിദ്യാഭ്യാസത്തിൻ്റെ അടിമത്തം, തൊഴിൽ മേഖലയുടെ അടിമത്തം, ഇങ്ങനെ ഈ പുസ്തകത്തിൽ ഏതെങ്കിലും ഒതന്റിക് അല്ലാത്തൊരു വിവരം കൊടുത്തിട്ടുണ്ട് എന്ന് ഒരാൾ തെളിയിച്ചാൽ അയാളെ പൈസ തിരിച്ചു തരും. പേടിക്കേണ്ട, പുസ്തകം തിരിച്ച് എൻ്റെ പൈസ തിരിച്ചു തരും. ഇതൊക്കെ തമാശ പറയല്ല. ഇത് 100% ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം മുതിർന്ന വായനക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, കുട്ടികൾക്കുള്ളതല്ല എന്ന് ഞാൻ തുടക്കത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇത് കുട്ടികളല്ല വായിക്കേണ്ടത്. കുട്ടികൾ എന്നത് ഉദ്ദേശം ഇപ്പോൾ 5ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും ഇത് വായിക്കണ്ട. SSLC കുട്ടികൾ 8ാം ക്ലാസ് മുതൽ ഈ പുസ്തകം വായിക്കുന്നത് നല്ലതാണ്. എല്ലാവരും വായിക്കണം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, സമൂഹത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എവിടെയും. ലോകത്ത് ഇത്രയേറെ മാറ്റങ്ങൾ വന്ന ഒരു സമുദായം ഇന്ന് മുസ്ലിങ്ങളല്ലാതെ ഇല്ല. മുസ്ലിങ്ങൾക്ക് സത്യത്തിൽ ഈ ചതികളെല്ലാം മനസ്സിലാകേണ്ട ഒരു ജനത മുസ്ലിങ്ങളായിരുന്നു. പക്ഷേ ആധുനികതയിലേക്ക് നമ്മുടെ പണ്ഡിതന്മാർ ഓടിയപ്പോൾ ആ തിരിച്ചറിവ് നമ്മുടെ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ തിരുത്തേണ്ടത് പണ്ഡിതന്മാർ മാത്രമാണ്. പണ്ഡിതന്മാർ തിരുത്തിയാൽ സമൂഹം തിരുത്തും. പണ്ഡിതന്മാർ തിരുത്തിയ സമൂഹം തിരുത്തും. അവരപ്പോൾ ചിന്തിക്കുക, നമുക്ക് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ പണ്ഡിതന്മാർ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് തിരിച്ചു വരണം. നമ്മൾ ഈ പണപ്പെളാൻ മിന്നുന്ന യൂറോപ്യൻ സംസ്കാരമാണ് നമ്മുടെ വളർച്ചയുടെ ആധാരം എന്നത് ഈ പണ്ഡിതന്മാർക്ക് അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള ഒരു മൗഢ്യമാണ്. അത് മൂഢത്വമാണ്. അത് 100% മുത്തുനബിയുടെ രീതിക്കെതിരാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂറോപ്യന്മാർ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങൾ ആ സമൂഹത്തെ പിന്തുടർന്ന് നിങ്ങളും ആ മാളത്തിൽ കയറിയിരിക്കും എന്ന് പറഞ്ഞത് ഇന്നത്തെ മൂല്യന്മാരും തങ്ങന്മാരും കൂട്ടുന്ന ആധുനികവൽക്കരണം മാത്രമാണ്. അതുകൊണ്ട് ആധുനികവൽക്കരണത്തിൽ നിന്ന് തിരിച്ചുവരൽ മാത്രമാണ് പണ്ഡിത ധർമ്മം. മനസ്സറിഞ്ഞ് ചിന്തിക്കുക, ആരെയും വഷളാക്കൽ എനിക്ക് ലക്ഷ്യമില്ല. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു. നന്മയല്ലാതെ ഈ പ്രഭാഷണത്തിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യവുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ആലോചിച്ച് പറയുകയാണ്. എന്നാണ് ഗൾഫുകാർ മൗല്യന്മാരെയും തങ്ങന്മാരെയും പടിയടച്ച് പിന്തം വിട്ട് ആട്ടുന്നോ ആ കാലത്തോളം നമ്മുടെ സമുദായം രക്ഷപ്പെടാൻ പോകുന്നില്ല. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين.